ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെൻസുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ലാസ്റ്റ് ക്ലാസ് അല്ല, നമുക്ക് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സ്പിയറും അതുപോലെ തന്നെ ഹെമിസ്പിയറും രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പിയറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും, ഹെമിസ്പിയറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്പിയർ എന്ന് പറയുമ്പോൾ ഒരു ചക്കയുടെ പടം എന്തിനാടാ ഇവിടെ വെച്ചിരിക്കണേന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാനത് നേരെ നമ്മളെ വീട്ടിലൊരു ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചക്ക നമ്മളെ വീട്ടിൽ അടത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ ചക്ക എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, പ്ലാവിൽ നിന്ന് നമ്മൾ ചക്ക ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിയറുമായിട്ട് ഉപമിക്കാം. ആക്ച്വലി സ്പിയർ അല്ല എങ്കിലും ഞാൻ വെറുതെ പറയുകയാണ്. ചക്കയുടെ മുള്ളുള്ള ഭാഗം, അതായത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ചക്കയുടെ മുള്ളുള്ള ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് മനസ്സിലാക്കുക. ഇതിനകത്തുള്ള ചക്കയ്ക്കകത്തുള്ള ചക്കച്ചുള, ചക്കക്കുരു, അതുപോലെ തന്നെ ചക്കപ്പൂഞ്ചി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ അതതിൻ്റെ വോളിയമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് ശരിക്കുള്ള സ്പിയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇത് സ്പിയർ ആണെങ്കിൽ ഇതിന് ഒറ്റ മെഷർമെൻറ്റേ ഉള്ളൂ കേട്ടോ. റേഡിയസ് എന്ന് പറയുന്ന ഒരൊറ്റ മെഷർമെൻറ്റേ ആർക്കുള്ളൂ. ഈ ചക്ക വെച്ചിരിക്കുന്നത് മെയിൻലി എന്ത് പറയാനാണ്? നമുക്ക് സ്പിയർ പറയാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ ഹെമിസ്പിയർ പറയുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് വരച്ചാലും ഒരൊറ്റ മെഷർമെൻറ്റേ ഉള്ളൂ. അതാരാണ്? അത് റേഡിയസ് ആണ്. എവിടെ നിന്നാണ്? സെൻട്രൽ നിന്ന് സർക്കിൾ നമുക്ക് നമുക്ക് സ്പിയറിൻ്റെ ഒരു പോയിന്റിലേക്കുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വോളിയവും ടോട്ടൽ സർഫസ് ഏരിയയും പറയാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 πr³. ക്യൂബാണ് എപ്പോഴും, വോളിയം എപ്പോഴും ക്യൂബിക് അളവുകളിലാണ്. വോളിയം ഓഫ് ദ സ്പിയർ ഈക്വൽ ടു 4/3 πr³ എന്നും ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr². അപ്പോൾ ചക്കയിൽ പുറത്തുള്ള മുഴുവൻ മുള്ളുകളെന്ന് പറയുന്നത് 4πr² എന്നും അകത്തുള്ള ചക്കക്കുരുവും അതെല്ലാം കൂടെ ചേർന്ന് 4/3 πr³ ആണെന്നും മനസ്സിലാക്കുക. അപ്പം ഞാനിവിടെ ടോട്ടൽ സർഫസ് ഏരിയയും പറഞ്ഞു, പിന്നെന്തും പറഞ്ഞു, വോളിയവും പറഞ്ഞു. ഓക്കെ, അത് മനസ്സിലായി നിങ്ങൾക്ക്? ടോട്ടൽ സർഫസ് ഏരിയ മനസ്സിലായി, വോളിയം മനസ്സിലായി. ഇക്വേഷൻ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക, മറന്നു പോകരുത്. കൃത്യമായിട്ട് കാണാതെ തന്നെ പഠിക്കുക. വോളിയം ഓഫ് എ സ്പിയറും ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയറും. സ്പിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. ഇനി നമ്മൾ നേരെ എന്തിലേക്ക് പോകുന്നു? നമ്മൾ ഹെമിസ്ഫിയർ പഠിക്കാൻ പോവുക. നമ്മൾ ഹെമിസ്ഫിയർ പഠിക്കാൻ പോവുക. എന്താ ഹെമിസ്ഫിയർ? നോക്ക്, ഞാൻ ഒരു പകുതി ചക്ക വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്ക വീട്ടിൽ കൊണ്ടുവന്ന് കഴിയും, ഒരൊറ്റ വെട്ട് 2 പീസ്. അതിലൊരു പീസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈസിയാണ് സംഭവം. ഞാൻ പറയാം. കണ്ടില്ലേ, ഒരൊറ്റ മെഷർമെൻറ്റേ ഉണ്ട്. ആരാണ്? റേഡിയസ് എന്ന് പറയുന്ന ഒരൊറ്റ മെഷർമെൻറ്റേ ഉള്ളൂ. ഞാൻ ആദ്യം ഇതിൻ്റെ വോളിയം പറയാം. മുഴുവൻ ചക്കയുടെ വോളിയം 4/3 πr³ ആണ് എങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും പകുതി ചക്ക. അതിൻ്റെ പകുതി, നേരെ ഹാഫ് പോർഷൻ എടുത്താൽ മതി ചക്ക അല്ലേ, ഹാഫ് പോർഷൻ അല്ലേ. അതാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4/3 πr³ പകുതിയായിട്ട് ആരെ എടുക്കാൻ പറ്റും? 4/3 എന്താണ്? 4/3 πr³ പകുതി 2/3 πr³. the volume of hemisphere set. അപ്പോൾ മുഴുവൻ ചക്കയ്ക്ക് 4/3 πr³ ആയിരുന്നു എങ്കിൽ പകുതിയാവുമ്പോൾ 2/3 πr³. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ടോട്ടൽ സർഫസ് ഏരിയയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മൾ ഒരു ചക്കയെ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിലൊരു പീസ് എൻ്റെ കൈവശിരിക്കുന്നു. ഇതിൽ മുള്ളുള്ള ഭാഗവുമുണ്ട്, ഒരു പുതിയൊരു സർക്കിൾ ഫേസുമുണ്ട്. 2 ഫേസ് ഉണ്ട്. മുഴുവൻ ചക്കയ്ക്ക് ഒരൊറ്റ ഫേസേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മുള്ളുള്ള ഭാഗവുമുണ്ട്, ഒരു സർക്കിളിലുള്ള പുതിയൊരു ഫേസുമുണ്ട്. അപ്പം മുള്ളുള്ള ഭാഗം പറയാം നമുക്ക്. ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ്
സ്പിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അത് 4πr² ആണ്. മുഴുവൻ മുള്ള് എന്താണ് 4πr² ആണ് എങ്കിൽ ആ പകുതി മുള്ള, ആ വളഞ്ഞിരിക്കുന്ന പകുതി, അതായത് ഇതിൻ്റെ മുള്ളുള്ള ഭാഗം എന്ന് പറയുന്നത് 2πr² ആയിരിക്കും. പ്ലസ് പിന്നെ എന്തുകൂടി വന്നു? ഒരു സർക്കിൾ കൂടി വന്നു അല്ലേ? ഒരു സർക്കിൾ കൂടി വന്നെങ്കിൽ അതിൻ്റെ ഏരിയയും കൂടെ പറയണം. അതെന്ത്? πr². ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 3πr² ആണ്. സെറ്റായി. അപ്പോൾ നമ്മൾ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും പഠിച്ചു, ദെൻ വോളിയവും പഠിച്ചു. നമ്മൾ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും പഠിച്ചു, വോളിയവും പഠിച്ചു. ടോട്ടൽ സർഫസ് ഏരിയയിൽ ഇത് മുള്ളുള്ളതാണ് 2πr². കർവ്ഡ് സർഫസ് ഏരിയ 2πr² ആണ്. ഓർക്കുക. പോയിന്റ് ക്ലിയർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്പിയർ ഈസ് 120 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 120 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യന് തരുന്നു. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 halves, അതിനെ കട്ട് ചെയ്ത് 2 പാർട്ടായിട്ട് മാറ്റി. അപ്പം മുഴുവൻ ഒരു ചക്ക ഉണ്ടായിരുന്നു, മൊത്തം 120 മുള്ള ഉണ്ടായിരുന്നു. ഓക്കെ, 120 മുള്ള അല്ലെങ്കിൽ മൊത്തം 120 ആയിരുന്നു അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വിചാരിച്ചു. വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ഓരോ ഹെമിസ്ഫിയറിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കതാണ് വേണ്ടിയത്. അപ്പം ഞാൻ ടോട്ടൽ സർഫസ് ആദ്യം ഞാൻ എഴുതും. 4πr² ആണ് 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. Then 4πr² equal to 120/4 equal to 30 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? നമുക്ക് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇതിനെ കട്ട് ചെയ്ത് ഒരു എന്താക്കി മാറ്റുന്നു? നമുക്കൊരു ഹെമിസ്ഫിയർ ആക്കി മാറ്റുന്നു. ഹെമിസ്ഫിയർ ആക്കി മാറ്റുമെങ്കിൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താ? 3πr². പകുതി ചക്കയ്ക്ക് 3πr². അപ്പോൾ 3 × πr² എത്ര എന്ന് കിട്ടി? നമുക്ക് 30 എന്നാണ് കിട്ടിയത്. സോ ആൻസർ 90 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഒരു പകുതി ചക്കയ്ക്ക് എത്രയായിരിക്കും? 90 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത പകുതി ചക്കയ്ക്ക് എത്രയായിരിക്കും? 90 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. കാര്യം വെച്ചാൽ ഒരു പീസിനെ കട്ട് ചെയ്ത് 2 പീസാക്കുമ്പോൾ പുതിയൊരു ഫേസ് അവിടെ ഉണ്ടാവും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The volume of 2 spheres are in the ratio 27:64. What is the ratio of their radii and the ratio of their surface areas? രണ്ടും നമുക്ക് നോക്കാം. The volume of 2 spheres, വോളിയം ആണ് തന്നിരിക്കുന്നത്. 2 സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4/3. ഇപ്പം V1 = V2 നമുക്ക് തന്നിരിക്കുന്നു. 4/3 πr1³ is to 4/3 πr2³. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. 27:64 എന്ന് നമുക്ക് തന്നിരിക്കുക. 27:64 നമുക്ക് തന്നിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. 4/3 ക്യാൻസൽ ആയി പോകും, പൈയും ക്യാൻസൽ ആയി പോകും. ഇനിയുള്ളത് r1³ is to r2³ എന്ന് പറയുന്നത് ആണ് 27:64. ഏതോ ഒരു നമ്പറിൻ്റെ ക്യൂബാണ് 27. അങ്ങനെയാണെങ്കിൽ R1 ഏതിൻ്റെ ക്യൂബാണ്? R1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഏതിൻ്റെ ക്യൂബാണ്? യെസ്, നമുക്ക് 27 എന്ന് പറയുമ്പോൾ 3ൻ്റെ ക്യൂബാണ് അല്ലേ? 3:2. അടുത്ത R2³ എന്ന് പറഞ്ഞാൽ 64ആണ്. സോ 3:4. അപ്പോൾ R1 = R2 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ക്യൂബ് റൂട്ടായിട്ടുള്ള 3:4 എന്ന് നമുക്ക് കിട്ടി അല്ലേ? 3:4 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടിയത്? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയയിലേക്കാണ് പോകേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3πr² ആണ്. 4πr². R1² ഈസ് ടു 4πr2² അല്ലേ? 4π എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഇനി എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്കതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ? 3ൻ്റെ സ്ക്വയർ ഈസ് ടു 4ൻ്റെ സ്ക്വയർ എത്രയെന്ന് കിട്ടി? 9:16 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, റേഡിയസ് R1 = R2 ഉണ്ട്. ഈ വന്മാരെ രണ്ടെണ്ണത്തിൻ്റെയും R1ൻ്റെയും R2ൻ്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ സർഫസ് ഏരിയയുടെ റേഷ്യോയും, ദെൻ വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ R1ൻ്റെയും R2ൻ്റെയും ക്യൂബ് എടുത്താൽ മതി. സെറ്റായി. വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ചു, റേഷ്യോ എടുക്കാനും പഠിച്ചു. സെറ്റ്. അടുത്ത നോക്കാം.
The base radius and length of a metal cylinder are 4 centimeter and 10 centimeter. If it is melted and recast into sphere of radius 2 centimeter, how many spheres can be made? എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ഓഫ് സ്പിയർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്പർ ഓഫ് സ്പിയേഴ്സ് നമ്മൾ എന്താണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ഓർമ്മ ഉണ്ട്. നമ്മൾ മുമ്പെയുള്ള ക്ലാസ്സുകളിൽ മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്താണോ മെൽറ്റ് ചെയ്യാൻ പോകുന്നത് അവൻ ന്യൂമറേറ്ററിൽ മെൽറ്റ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ വോളിയം πr²h ബൈ മെൽറ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് and length of a cylinder are 4 centimeter and 10 centimeter. If it is melted and recast into sphere-ലേക്ക് മാറ്റുന്നു. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4/3 πr³. ഓക്കെ, വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. പൈ ഇൻറ്റു ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4 ഇൻറ്റു എച്ച് അതായത് ലെങ്ത് ആണ്. അത് നമുക്ക് എത്രയെന്ന് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്. ബൈ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ദെൻ ആർ. സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് നമുക്കിവിടെ 2 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് എഴുതി, 2 × 2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതും നമുക്ക് എന്ത് ചെയ്തു, പൈയും ഞാൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഈ 4 അങ്ങ് പോയി അല്ലേ, പോയി. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ 2ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിവിടെ കിട്ടുന്നത് 2 ആണ്. 2 എന്ന് കിട്ടി. ഇനി എൻ്റെ ഉള്ള നോക്കാം, 2 × 10 ബൈ 4/3 ആണ്. എന്ത് ചെയ്യുന്നു, ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യണം. സോ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ 2 × 10 × 3/4 ആണ്. ഇതും ക്യാൻസൽ ചെയ്ത് 2 ആയി, ഇതും ക്യാൻസൽ ചെയ്ത് 5 ആയി. സോ 15 എത്ര ഉണ്ടാക്കാൻ പറ്റും, 15 സ്പിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റയടിക്ക് ആൻസർ, ഒറ്റ സ്റ്റെപ്പിൽ. 2 സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കണ്ടുപിടിച്ച് അത് അടുത്തതിൻ്റെ കണ്ടുപിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ദാറ്റ്സ് ഓൾ. പട്ട ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ വെച്ചാലോ. എ മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് 12 centimeter ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു 27 സ്മാൾ സ്പിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഈച്ച് സ്മാൾ സ്പിയർ? എന്താ പറഞ്ഞേക്കണം, അവിടെ ഒരു മെറ്റൽ സ്പിയർ ഉണ്ടായിരുന്നു, 12 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു മെറ്റൽ സ്പിയർ ഉണ്ടായിരുന്നു. അതിനെ മെൽറ്റ് ചെയ്ത് 27 സ്മാൾ സ്പിയർ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. വലിയ സ്പിയർ എന്താണ്, 4/3 πr³ ബൈ 4/3 π സ്മോൾ r³ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 27 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. വലിയ എന്ത് ചെയ്തു, വലിയ സ്പിയറിനെ മെൽറ്റ് ചെയ്തു, ചെറുത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 നമ്പർ ഓഫ് പീസസ് നമുക്ക് 27 എന്ന് കിട്ടി. ഓക്കെ, 4/3 π ക്യാൻസൽ ആയി. ഇനിയുള്ളത് എന്താ, r³ ആണ്. r³ എന്ന് പറഞ്ഞാൽ 12 × 12 ബൈ മറ്റേത് അറിയില്ല, r³ ഈക്വൽ ടു 27. ഒരു കാര്യം ചെയ്യാം, r³ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ എടുത്ത് എന്ത് ചെയ്യുക, അപ്പുറത്ത് കൊണ്ടുപോവാ. ഈ r³ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ എന്താവും, 12 × 12 ബൈ 27 ഈക്വൽ ടു r³ ആണ്. ഓക്കെ, ഇത് നോക്കാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 4 ആയി. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി. വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ r³ ഈക്വൽ ടു 4 × 4 × 4. Therefore അങ്ങനെയാണെങ്കിൽ r എത്രയായിരിക്കും, 4. റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഈച്ച് സ്മാൾ സ്പിയർ? ഒരു സ്മാൾ സ്പിയറിൻ്റെ റേഡിയസ് എത്രയായിരിക്കും, 4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പട്ടാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പിയറും നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ പിന്നെ എന്തും പഠിച്ചു, നമ്മൾ ഹെമിസ്ഫിയറും പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക. കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ പോയിന്റ്സ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും എന്താണ്, സ്പിയർ ഹെമിസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.